ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള സംശയ ദൂരീകരണത്തിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ഡിയർ സർ, ഞാൻ ആലപ്പുഴയിൽ നിന്നും എഴുതുന്നു. ഞാൻ വീട് പണിഞ്ഞിട്ട് 5 വർഷമായി സർ. പക്ഷേ തൊഴിൽപരമായി ഞാനും എൻ്റെ വൈഫും വിദേശത്തായിരുന്നു. എന്നാൽ ഇനി നാട്ടിൽ സ്ഥിരമായി താമസിക്കുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊരു വാസ്തുക്കാരനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അദ്ദേഹം കുറേ പൊളിച്ചു പണിയൊക്കെ പറയുന്നു. അതുകൊണ്ട് സാറിൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് തുടർ നടപടികളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ പ്ലാനിൽ എന്തൊക്കെയാണ് ദോഷങ്ങളെന്ന് ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊളിച്ച് കളയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭൂമിക്കടിയിലുള്ള ബേസിക് ഫൗണ്ടേഷൻ പൂർണ്ണമായിട്ട് മാറ്റി എന്ന് ഉറപ്പ് വരുത്തണം. അപ്പം ഇവരുടെ ഒരു പ്ലാൻ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്രശ്നമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇത് പണ്ട് കുളം നികത്തിയ ഭൂമിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതുപോലെ രക്തേശ്വരിയുടെയൊക്കെ സാന്നിധ്യമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു കർമ്മിയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ ഇതിനകത്ത് നിലവിലുള്ള ഈ ഒരു വീട്ടിൽ കുട്ടികളുടെ പോർഷനായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് മൂല മിസ്സിംഗ് കോർണറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇവർ സ്കോറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ പിള്ളേരെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും നമ്മൾ പറയാറുണ്ട്, കാരണം കിഴക്ക് ഭാഗം താണ്ടിരിക്കണം, വടക്ക് ഭാഗം താണ്ടിരിക്കണം, കിഴക്കുടക്ക് ഭാഗം താണ്ടിരിക്കണം. അതുപോലെ വടക്ക് പടിഞ്ഞാറ് പോർഷനും പടിഞ്ഞാറ് പോർഷനും തെക്ക് പടിഞ്ഞാറ് പോർഷനും തെക്ക് പോർഷനും തെക്ക് കിഴക്ക് പോർഷനും ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് എപ്പോഴും നമുക്ക് ബെറ്റർ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു വസ്തുവിൻ്റെ അകത്ത് ഈ ദിശകളൊക്കെ ഉയർച്ച താഴ്ചകളൊക്കെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നതാണ് കാണുന്നത്. കാരണം അതുകൊണ്ടാവാം ഇതിൻ്റെ അകത്ത് താമസിക്കുമ്പോൾ ഇവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും വിട്ടു വന്നത്. കാരണം നമുക്ക് ഈ ഒരു പ്ലാനിൽ അവരൊന്നും എഴുതാത്തതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും ഒക്കെ ഉയർന്നിരിക്കുന്ന സ്ഥലങ്ങളാവാം. കാരണം എനർജി ബേസ് ഇതിനകത്ത് വളരെ മോശമായിരിക്കും. അപ്പം ഇതിനകത്ത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇവരുടെ താമസിക്കുന്ന ബെഡ്റൂമിലായാലും ഇവരുടെ കിച്ചണിലാണെന്നുണ്ടെങ്കിലും ഹാളിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ ജാതക പ്രകാരം ഇതിനകത്ത് ഹെൽത്തിൻ്റെ പോർഷനും തൊഴിലിൻ്റെ പോർഷനും ഒക്കെ ഇതിനകത്ത് എനർജൈസ് ചെയ്തെടുക്കണം. കാരണം പഞ്ചഭൂതങ്ങളെ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ ഓരോ സ്ഥാനങ്ങളും നിർണ്ണയിച്ച് എനർജൈസ് ചെയ്തെടുത്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ദോഷങ്ങൾ മാറിക്കിട്ടും. അതെല്ലാം വീടിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി എനർജി ഫ്ലോ കറക്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ ഇത് തെക്ക് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പം ഇതിൻ്റെ സ്ഥാനം തന്നെ തെറ്റിച്ചാണ് മെയിൻ ഡോറിൻ്റെ കൊടുത്തിരിക്കുന്നത്. കാരണം മെയിൻ ഡോറിൻ്റെ ഇതിൻ്റെ സ്ഥാനം അനുസരിച്ച് ഇതിനകത്ത് അസുഖങ്ങളും തീ കൊണ്ടുള്ള അപകടങ്ങളും മോഷണങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത്യാവശ്യമായിട്ട് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇതിൻ്റെ മെയിൻ ഡോറ് മാറ്റി സ്ഥാപിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്ക് എല്ലാം ഒരു ശമനമാകും. അതേപോലെ ഈ വീടിൻ്റെ അകത്ത് പഞ്ചഭൂതങ്ങളെ വെച്ച് എനർജൈസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ നല്ല മാറ്റങ്ങൾ ഇവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ വെളിയിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. സ്ഥലത്തിന് നല്ല ദോഷമായിട്ട് കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നുള്ളൂ. ഇതിനെപ്പോൾ നിങ്ങൾ പരിഹാരം ചെയ്യുന്നു അന്നേരം തൊട്ട് ഇതിൻ്റെ ഒരു ചേഞ്ച് ഇവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇത് ഈ ഒരു കേസിൽ ഈ പറയുന്ന കണക്ക് ഒരു പൊളിച്ചു മാറ്റുക അല്ലാതെ വേറെ എന്തെങ്കിലും പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും ചെയ്യാൻ പറ്റും. കാരണം ചില ആൾക്കാർ ചില വീട്ടിൽ കറക്ഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും വാസ്തുവിൻ്റെ നോക്കുന്നത്. പിന്നെ വേറെ ആൾക്കാർക്ക് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് അവർ വാസ്തുവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എല്ലാ വീടുകളിലും ഒരു 99% നമുക്ക് പൊളിച്ചു കളയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊരു ദോഷം വരുമ്പോൾ ആ ദോഷം എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന പ്രതിവിധിയെ ചെയ്യുക. അപ്പോൾ ആ ഒരു വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നമുക്കൊരു വീടെടുത്താൽ നമുക്ക് ചിലപ്പോൾ ഒരു കോർണർ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ നമുക്ക് ചുറ്റളവ് തെറ്റാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു മുറിയുടെ ബ്രഹ്മസ്ഥാനത്തായിട്ട് എന്തെങ്കിലും മറ്റ് കംപ്ലയിൻറ്റുകൾ വരുന്നത്, വാസ്തു സംബന്ധമായിട്ടുള്ള എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഇതിൻ്റെ അകത്ത് നമുക്ക് എനർജൈസ് ചെയ്യുകയും അല്ലെങ്കിൽ ചെമ്പ് കമ്പിയോ ഗ്ലാസ്സുകളോ ഒക്കെ വെച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിച്ചിട്ട് ഇതിനൊക്കെ ഒരു ദോഷ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വഴിമുട്ടാണെങ്കിൽ തന്നെ പല ആൾക്കാരും വഴിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഗേറ്റ് മാറ്റി വെക്കുന്നത് കണ്ടുവരുന്നുണ്ട്. കാരണം ഗേറ്റ് മാറ്റി വെച്ചാൽ ഒരു 50% മാത്രമേ വഴിമുട്ടിൻ്റെ വിഷയങ്ങൾ തീരുന്നുള്ളൂ. കാരണം വഴിമുട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടോർച്ച് ഇങ്ങോട്ട് അടിച്ചാൽ അതിൻ്റെ വെട്ടം അതിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് വഴിമുട്ട് തന്നെയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ചുറ്റളവ് തെറ്റാണെങ്കിൽ പോലും നമുക്ക് ചെമ്പ് കമ്പികൾ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്തിട്ട് ഇവർക്ക് ഒരു പോസിറ്റീവ് ഊർജ്ജം അല്ലെങ്കിൽ ഇവർക്ക് അതിൻ്റെ ചേഞ്ച് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ പൈസ ഉള്ള സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കറക്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ
നമുക്ക് വീടിൻ്റെ അകത്താണെങ്കിൽ പോലും ഇപ്പോൾ തൊഴിലിൻ്റെ പോർഷൻ കംപ്ലൈൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം വരുന്നു, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. ഇതിനെല്ലാം നമുക്ക് പൊളിച്ച് പണിയാതെ വീടിനകത്തൂടെ നമ്മൾ പഞ്ചഭൂതങ്ങളെ വെച്ച് എനർജൈസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്ക് ഇവർക്ക് നല്ലൊരു ചേഞ്ച് ഇവർക്ക് ഫീൽ ചെയ്യും. സമയമോശങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരം കൂടി ചെയ്തു. കാരണം ഓരോ ഗ്രഹങ്ങളും മാറുന്നതിനനുസരിച്ച് നല്ല സമയം വരാം, മോശം സമയം വരാം. അതിന് വേണ്ടുന്ന പ്രാർത്ഥനകളും പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്നൊരു ശമനം ഉണ്ടാകാം. പക്ഷേ വാസ്തുവിൻ്റെ വിഷയങ്ങൾ നമ്മൾ ഇതിന് പരിഹാരങ്ങൾ ചെയ്യുന്നു, ആ ഒരു വിഷയം അതോടുകൂടി പൂർണ്ണമായി മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും സംശയ ദൂരീകരണങ്ങൾക്കും വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണങ്ങളും ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.